ഈ കൂടോത്ര പ്രവാചകൻ ചെല്ലപ്പനല്ല, ലവനാണ് കൊരട്ടി ശ്രീകുമാർ. ഞങ്ങളെല്ലാ കുറ്റങ്ങളുടെ എല്ലാ കുറ്റങ്ങളും മധ്യ തിരുവിതാംകൂറിലുള്ള എന്നാൽ മദ്യം കഴിക്കാത്ത ഒരു രക്ഷിക്കപ്പെട്ട വിശുദ്ധിയും വേർപാടും പ്രസംഗിക്കുന്ന ഒരു പെന്തക്കോസ്തുകാരന്റെ വീട്ടിൽ നിന്നും ചെല്ലപ്പൻ പ്രവാചകൻ എന്നൊരാൾ കൂടോത്രൻ പൊക്കുകയും നിർവീര്യമാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ITV ന്യൂസ് നൽകിയിരുന്നു. ഈ വീഡിയോ കണ്ട നിരവധി പേർ ഞങ്ങളെ വിളിക്കുകയുണ്ടായി. അവരിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇയാളുടെ പേര് ചെല്ലപ്പൻ എന്നല്ല, ശ്രീകുമാർ എന്നാണ്. തൃശൂർ ജില്ലയിലെ കൊരട്ടിയിലാണത്രേ ഇയാളുടെ വീട്. അതുപോലെ പല സ്ഥലങ്ങളിലും ഇയാൾ പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾ, സിനിമാക്കാർ മാത്രമല്ല, പെന്തക്കോസ്ത് പാസ്റ്റർമാർ, വിവിധ സഭകളിലുള്ള വിശ്വാസികളടക്കം ഇയാളുടെ സേവനം തേടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രബുദ്ധ സാക്ഷര കേരളത്തിന്റെ മാനസിക നില എന്താണെന്ന് നമുക്കൊന്ന് ഊഹിക്കാം. ഇനി പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത് തൃശൂർ ജില്ലയിലെ കൊരട്ടയിൽ നിന്നും ഇയാളുടെ അയൽവാസിയായ വിൻസി വിളിക്കുന്നതാണ്. ഇവൻ ചെല്ലപ്പനല്ല, ഉടായിപ്പ് ശ്രീകുമാറാണെന്നും വിൻസി വെളിപ്പെടുത്തുന്നു. വീടുകളിൽ കൊണ്ടിടുന്ന തകിടുകൾ ഇയാൾ തന്നെ ഉണ്ടാക്കിക്കുന്നതാണെന്നും അപ്രകാരം ഇയാൾക്ക് തകിടുകൾ നിർമ്മിച്ചു കൊടുത്തിരുന്ന ആൾ ദുരൂഹ സാഹചര്യത്തിൽ കഴിഞ്ഞിടെ മരണപ്പെട്ടു എന്നും വിൻസി വെളിപ്പെടുത്തുന്നു. സുനിൽ സാറല്ലേ? അതെ, എന്റെ പേര് വിൻസി എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ല കൊരട്ടിന്നാണ് വിളിക്കുന്നത്. സാറേ, ഞങ്ങൾ എന്നാ വീഡിയോ കണ്ടിട്ട് വിളിച്ചതാണ്. ഒരു ചെല്ലപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അല്ലേ? ആ പേര് അങ്ങനെയല്ല കേട്ടോ. ഞാനൊരു ബന്ധുക്കുസാരിയാണ്. എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. ഇവന്റെ യഥാർത്ഥ പേരെന്തുവാ? ഇവന്റെ പേര് ശ്രീകുമാർ. ഇവന് 3 ചേട്ടനനിയന്മാരുണ്ട്. ഇവന്റെ മൂത്ത ചേട്ടന്റെ പേര് പ്രിൻസ് എന്ന്, പിന്നെ അവന്റെ നടുക്കത്തെ അനിയന്റെ പേര് രാജൻ. അയാൾ മരിച്ചുപോയി, അയാളും വർഷമാണ്. ഇവൻ ഈ തകിട് അടിച്ച് ഇടുന്ന കാലഘട്ടത്തിൽ ഈ തകിട് അടിച്ചു കൊടുത്തവൻ എന്നോട് പറഞ്ഞതാണ് ഇവന് തകിട് അടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ അടിച്ചെന്ന് വെച്ചാൽ പറഞ്ഞു ഇന്ന പോലെ ഇയാൾ പറഞ്ഞ പോലെയാണ് മടക്കി സാധനം അടിച്ചേക്കണേന്ന് പറഞ്ഞു. അതുകൂടാതെ ഈ സാധനം ഇവൻ കൊരട്ടിയിലാണ് താമസിക്കുന്നത്. എന്റെ നാട് കൊരട്ടിയാണ്, തൃശ്ശൂർ ഡിസ്ട്രിക്ട് കൊരട്ടി. ഇവൻ കോനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചോണ്ട്. പിന്നെ ഇവൻ ഈ സാധനം എടുക്കുമ്പോ ഇവൻ ആളൊഴിച്ചു നോക്കിയിട്ട് എടുക്കുന്നത്. ഞാൻ രാത്രി 9:30 വരെ നിന്നു. ഇവിടെ ഒരു ബ്രദറുകാരുടെ വീട്ടിലാണ് ഇവൻ ഈ കുഴിച്ചത്. അതുകൂടാതെ പല സ്ഥലത്തും പോയിട്ട് ഇവൻ ഈ പരിപാടി ചെയ്തിട്ടുണ്ട്. ഇവന്റെ പേര് ശ്രീകുമാർ എന്ന് തന്നെ കൊടുക്കണം. ഇവനെ വിടരുത്. ഇവൻ മൂന്നാറുകാരനാണ്, ഇവൻ ഹിന്ദു ആണ്. ഇവൻ പറഞ്ഞിട്ട് ഞാനൊരു 2 ലക്ഷം രൂപ ഒരു ടീമിന് കൊടുത്തതാണ്. ഇവൻ പറഞ്ഞിട്ട് ഞാൻ വീടിന്റെ ആധാരം പണയം വെച്ച് കാശ് കൊടുത്തിട്ട് ഇവൻ എനിക്ക് കാശ് അവരിൽ നിന്ന് മേടിച്ചു തന്നില്ല. ഇവനോട് ചോദിക്കാൻ ചെന്നപ്പോ ഇവൻ എന്നെ വെട്ടാൻ വന്നു വാക്കത്തേക്ക്. ഇവൻ വെട്ടാൻ വന്നു. യഥാർത്ഥ പണി എന്തായിരുന്നു ഇവന്റെ? പണി എന്താന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവനെ അറിയുന്നത്. ഇവൻ നമ്മുടെ നാട്ടിലാണ് താമസിക്കുന്നത്. ഇവൻ സംഭവം ഇതിൽ തന്നെയാണ്. പക്ഷെ ഇവൻ കാരണം ഒരു 5 വയസ്സുള്ള കൊച്ചിന്റെ കാലടക്കം മുറിച്ചു കളയേണ്ടി വന്നു. അത് എന്നിട്ട് ഇവൻ ഓരോ ഉടായ്പ പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് ആ കൊച്ചിന്റെ കാല് മുറിക്കേണ്ട അവസ്ഥ മുറിച്ചു കളഞ്ഞ കൊച്ചിന്റെ. അങ്ങനെ ഒരുപാട് കേസുണ്ട്. അതുകൂടാണ്ട് ഇവൻ പല സ്ഥലത്തും പോയിട്ട് ഇതുപോലെ കുഴിച്ച സ്ഥലത്ത് ഇവൻ അടിയും കിട്ടിയിട്ടുണ്ട്. ഇവൻ ചത്തു എന്ന് പറഞ്ഞവൻ സംസാരിച്ചിപ്പോ തുടങ്ങിയേക്കണതാണ്. ഇവൻ തിരുവനന്തപുരത്ത് വെച്ച് ഇവന്റെ സംസാര ശേഷിയൊക്കെ പോയതാണ്. ഇവൻ വീണ്ടും തല പൊന്തിച്ചേക്കണതാണ്. ഇവൻ ഈ ബഹ്റിന് ഇവനെ കൊണ്ടടക്കാനും കുറെ ആൾക്കാരുണ്ട്, ഈ പൊട്ടന്മാര് കുറെ പേര്. അപ്പൊ ഒറിജിനലായിട്ട് ദൈവത്തെ ആരാധിക്കുന്നവർക്കൊരു നാണക്കട ഇവനെ വിടരുത്. ഇവനെ നമുക്ക് നന്നായിട്ട് അറിയുന്നോണ്ടാണ് ഇപ്പൊ സാറ് ഞങ്ങൾ വിളിച്ചത്. എന്നോട് വിളിച്ചു പറഞ്ഞു ഇവൻ മനുഷ്യരുടെ വെട്ടത്തുമ്പോൾ വരില്ല. ഇവനും ഇവന്റെ കുടുംബം വരില്ല. ഇവന് 5 മക്കളാണ്. ഒരാൾ ഇവന്റെ മോളെ കെട്ടിച്ചത് MA വർഗീസിന്റെ ചർച്ചിലേക്കാ. ഒരാണും ബാക്കി മൊത്തം പെൺപിള്ളേരാണ്. ഇവൻ മൂന്നാറുകാരന്. ഇവന്റെ ചേട്ടന് ഈ ഇലക്ട്രിസിറ്റിയിലെ ജോലി ഓവർസിയർ അങ്ങോട്ടാന്ന് തോന്നുന്നു. ചേട്ടായെന്ന് എനിക്കറിയത്തില്ല. പ്രിൻസ് എന്നാണ് ചേട്ടന്റെ പേര്. ഇവൻ എന്തോരം കിട്ടിയാലും തികയില്ലാന്ന്. ഇവൻ ആശുപത്രി കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഈ കണ്ണി കണ്ടവരെ പറ്റിക്കണ കാശ് ഇവൻ ആശുപത്രി കൊടുക്കുന്നുണ്ട്. ഇവൻ ഇന്നും തന്നില്ല സാറേ. ഞാൻ എന്റെ സ്ഥലം അതെന്റെ അറ്റാച്ച് ചെയ്തു. കാര്യം 2.25 ലക്ഷം ഇവന്റെ പെണ്ണുമ്പളേരെ ഞാൻ കാശ് കൊണ്ട് കൊടുത്തേ. എന്നിട്ട് ഇവൻ എന്നെ വെട്ടാനായിട്ട് വാക്കറ്റിയും കൊണ്ട് വന്നവനവൻ. ഇവൻ ഇതല്ലേ കിട്ടാൻ പോണേ. ഇതിലും വലുത് കിട്ടണം. കാര്യം ഇവൻ ചെയ്തു കൂട്ടുന്ന പാപം അത്രയും വലുതാ. പിന്നെ ഇവൻ ഈ തകിട് ഒറിജിനലാണ്. ആര് വെറുതെ പറഞ്ഞാലും. കാര്യം ഞാൻ സാക്ഷിയാണ്. ഇവൻ തന്നെ കൊണ്ടിടുന്നതല്ലേ ഇത്? ഇവൻ അടുപ്പിച്ച് കൊടുത്തതാണ്. കാര്യം അവനിപ്പോ ആക്സിഡന്റ് മരിച്ചു. അല്ലെങ്കിൽ ഞാനിപ്പോ അവനെ കൊണ്ട് പറയാം. ഞാനിട്ട് ഇവൻ പറഞ്ഞു ഞാൻ എന്നിട്ട് ഇവന്റെ ഒരു മീറ്റിംഗ് ചെന്നിരുന്നു. ഇവൻ ഇത് നമ്മൾ അറിഞ്ഞു എന്ന് അനുഭവം പറയാണ്. കണ്ട എനിക്കെതിരെ പറഞ്ഞവൻ ചത്തുപോയിരുന്നു.
അവനൊരു ആക്സിഡന്റ് മരിച്ചുപോയി. അവൻ ആ തകിട് അടിച്ചു കൊടുത്തു. അവൻ അങ്കമാലി ഒരു ആക്സിഡന്റ് മരിച്ചുപോയി. അവൻ എന്നോട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു പാസ്റ്ററിന് തകിട് എടുക്കണമെന്ന് പറഞ്ഞു. ഏതാ പേരെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അവന്റെ പേര് ശ്രീകുമാർ. അപ്പൊ പ്രിൻസിന്റെ ചേട്ടനല്ലേന്ന് വെച്ചാൽ അതേന്ന് പറഞ്ഞു. അപ്പൊ നീ എങ്ങനെ അറിയാം? ഇല്ല അവരുടെ വണ്ടി ഇവർക്ക് ഒരു ബോലോറോ വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി ഇവിടെ വർഷോപ്പിൽ കൊണ്ടുവല്ലാറുണ്ട്. അപ്പൊ ഇവൻ വന്നിട്ട് എന്നോട് ഈ തകിട് അടിച്ചു തരുമെന്ന് വെച്ചാൽ. അപ്പൊ എന്തിനാ ഒരു അത്യാവശ്യത്തിനാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ മോഡല ശ്രീകുമാർ പറഞ്ഞ ഈ ചെല്ലപ്പൻ എന്ന് പറഞ്ഞ അവൻ പറഞ്ഞ മോഡലിലാണ് ആ തകിട് അടിച്ചു കൊടുത്തത്. അതേ തകിടാണ് കൊരട്ടിന്ന് അവൻ എടുത്ത തകിടും അത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ പാസ്റ്റർ ഭാര്യയോട് പറഞ്ഞു ഇവന്റെ കൂടെ കൂട്ടുകൂടണ്ട, ഇവൻ വെറും കള്ളനാണ്, ഇവന്റെ കൂടെ പോകരുന്ന് പറഞ്ഞിട്ട് പിന്നെ ആ സ്ത്രീ പിന്നെയും പോയി. അങ്ങനെ പല സ്ഥലത്ത് ഞാൻ ഈ സാക്ഷി ആയതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത് ഇവനെ വിടരുതെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവന്മാരെ വിടരുത്, മനസ്സിലായ? ഇത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ രാത്രി 9:00 ഇവൻ കുഴിച്ചക്കാരി ഇവർക്ക് ഇവന്റെ പോക്കറ്റിൽ നിന്ന് സാധനം ഇടാൻ പറ്റില്ല. ഒരു ഇടുക്കിയിലും സ്ഥലത്ത് ചെന്നിട്ട് ഈ സാധനം എടുക്കണ നേരത്തെ ഇവന്റെ കയ്യിൽ നിന്ന് സാധനം താഴെ പോയി. നല്ല ഇടി കിട്ടി ഇവന്, നല്ല ഇടി കിട്ടി അവൻ അവിടെ നിന്ന് പോന്നേക്കണേ പല സ്ഥലത്തുനിന്നും. ഇവന് ഈ പല രാജ്യങ്ങളിലേക്കാണ് ഇവനെ കൊണ്ടുവന്ന് ഇവൻ ഈ കള്ളത്തരം പാസ്റ്റർമാർ തന്നെ ഇവൻ ഏജന്റുമാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല ഞങ്ങളുടെ നാട്ടിലെ പാസ്റ്റർമാർ നിൽക്കില്ല. കാര്യം ഇവൻ ഒരു ഇതിലും പങ്കെടുക്കില്ല. ഇവൻ ലോകമുള്ളനാ, അതുകൊണ്ട് ഇവൻ പങ്കെടുക്കില്ല. ഇവന്റെ ചേട്ടനൊക്കെ ഡീസന്റ് ആട്ടോ. ഇവൻ ഈ ഉടായ്പ് എന്റെ കളി തന്നെയാണ്. അപ്പൊ ഞാൻ ഈ ന്യൂസ് ഇപ്പൊ ഉച്ചകഴിഞ്ഞത്ത് കണ്ടത്. ഇപ്പോഴും ഈ രംഗത്ത് വളരെ സജീവമായിട്ട് ഇവൻ ഈ തട്ടിപ്പോട്ട് നടക്കുന്നുണ്ടല്ലേ? നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് തന്നെ കൊടുക്കണം. പെന്തക്കോസ്തിലെ പ്രവാചകനാണെന്ന് പറഞ്ഞ ഇവൻ നടക്കുന്നത്. ഇവൻ പ്രവാചകനൊന്നുമില്ല, ഇവൻ ഊടായ്പ എന്ന് പറഞ്ഞാൽ ഭൂലോക ഊടായ്പ തട്ടിപ്പവന്. ഇവനെ മിക്കാതെ തട്ടിപ്പോറായുണ്ട്. കാര്യം ഈ ആൾക്കാരെ പറ്റിച്ച് കണ്ണി കണ്ടരെ പറ്റിച്ച് തിന്നണ കാശ് നേരോടെ നടക്കണവർക്ക് പോലും ഇവനൊക്കെ കാരണം മനുഷ്യന് നാണം കെട്ട് നടക്കാൻ പറ്റണില്ല. ഞാൻ ഇപ്പൊ ന്യൂസ് കണ്ടപ്പോ ഞെട്ടിപ്പോയി ഇവനെ കണ്ടിട്ട്. നേരത്തെ ഒരു കുട്ടി വിളിച്ചത് അത് ഞങ്ങളുടെ കൂടെ ഉണ്ടായ വർഷം അവളുടെ അമ്മേന് ഇവരുടെ കൂടെ പോയായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞു ഇവരുടെ കൂടെ പോകേണ്ടവൻ കള്ളനാണ്. ഈ പല സ്ഥലത്തും ഇടി കിട്ടി വന്നേക്കണവൻ. അപ്പൊ ഇവന്റെ സംസാരമൊക്കെ കോടി പോകുന്നു. ഇപ്പൊ ഇടി കിട്ടിയാണോ അതോ ഇവന് വല്ല അസുഖം വന്നിട്ടാണോ? ഇവന് തിരുവനന്തപുരത്ത് വെച്ച് ഇവന് സ്ട്രോക്ക് പോലെ വന്ന് ഇവൻ സംസാരശേഷിയൊക്കെ പോയായിരുന്നു, സംസാരിക്കില്ലായിരുന്നു. ഇപ്പൊ വീണ്ടും ഇവന്റെ തട്ടിപ്പായിട്ട് ഇറങ്ങിയേക്കണതാ. ഇവൻ ഈ കിട്ടിയതൊന്നും പോരാ. ഇവൻ കാണിക്കുന്നതൊക്കെ ഇവൻ എന്നാ തിരിച്ചടിക്കുന്നത് ഇവന് ബോധം വേണ്ടേ? മദ്യപാനം ഒക്കെ ഉണ്ടോ ഇവന്? എന്താണ് ഇവന്റെ അവസ്ഥ? എല്ലാ വൃത്തിയോടും ഇവന്റെ കയ്യിലുണ്ട്, എല്ലാ പെണ്ണുപിടിയും ഇവന്റെ കയ്യിലുണ്ട്, എല്ലാ കളിവനുണ്ട്. ഇവൻ അതുകൊണ്ടാണ് ഈ പൈസ എത്ര കിട്ടിയാലും തികയാത്തത്. ഇവന്റെ കൂടെ ആരണ്ടൊക്കെ ഉണ്ട് ഇപ്പൊ നിലവിൽ. ഇവനെ ഞാൻ കണ്ടിട്ട് ഇവൻ എന്നെ കണ്ട് മുങ്ങും. ഇപ്പൊ നിലവിൽ എന്റെ മക്കൾ നല്ല ഇടി ഇടിക്കാറ്. ഇവനെ കിട്ടിയിട്ടില്ല. പിള്ളേർ ഇവിടെ നാട്ടിലും ഇല്ലാനും. ഞാനിപ്പോ പിള്ളേർക്ക് ഇട്ട് കൊടുത്തു ഈ ന്യൂസ്. അന്ന് ഇവൻ എന്നെ വെട്ടാൻ വന്നപ്പോ അന്ന് എന്റെ കൊച്ചുങ്ങൾ ചെറുതാരണോണ്ടാണ്. ഇന്ന് എനിക്ക് ഈ പൈസ കിട്ടിയിട്ടില്ല. ഇവൻ പറഞ്ഞു എന്റെ പൈസ തന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവന്റെ പെണ്ണുമ്പിള്ളയുടെ കാശ് കൊടുത്തത്. ഇവൻ കള്ളനാ ഇവൻ കള്ളനാ. ഇവന്റെ കറക്റ്റ് പേര് കൊടുത്തു. ഞാൻ ഈ ചെല്ലപ്പെന്ന് കൊടുത്തപ്പോ ഞാൻ ഓർത്തു നിങ്ങൾ ചുമ്മാ കൊടുത്തതായിരിക്കുന്നു. പിന്നെ ഇവൻ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പൊ ഓരോ പേരിലും അറിയപ്പെടുന്നു. അവരോട് പറഞ്ഞതാണ് ചെല്ലപ്പൻ പ്രവാചകൻ, ചെല്ലപ്പൻ സന്യാസി. എന്നിട്ട് പറഞ്ഞു വീട് ഇവന്റെ മറ്റേ ടാർപോളിന് ഇട്ടാന്നോ ഷീറ്റ് അടിച്ചാന്നൊക്കെ പറയുന്നത്. ഇവൻ അത്രയും ദാരിദ്ര്യത്തിലാണ് ഇപ്പൊ കിടക്കുന്നത്. എന്റെ സാർ ഇവന് കാറൊക്കെ ഉണ്ടെന്ന്. ഇവന് അടിപൊളി കാറൊക്കെ ഉണ്ട്. ഇവൻ കള്ളത്തരം പറയണതാ. ഇവൻ ഈ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇവൻ ഇത്രയും ദാരിദ്ര്യത്തിലാണ് സാത്താനോട് പോരാടുന്നത് കൊണ്ട് ഇവന്റെ അവസ്ഥ ഇതാണെന്നൊക്കെയാണ് ഈ ഊളകളോട് ഇവൻ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത്. ഈ മൊണ്ണകൾക്ക് മനസ്സിലാവണ്ടേ? ബോധമില്ലാത്ത കുറെ മൊണ്ണ വിശ്വാസികളുണ്ട്. വെളിവില്ല. വചനം എന്താണെന്ന് അറിയാൻ പാടാത്ത കുറെ പൊട്ടന്മാര്, എത്ര കിട്ടും പഠിക്കാത്ത മലയാളി എന്ന് പറഞ്ഞ പൊട്ടന്മാരുണ്ട്. അവരവന്റെയൊക്കെ ഇതിൽ വീഴുള്ളൂ. അല്ലാണ്ട് വചനം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുന്ന ഒരുത്തനും ഇവന്റെ ഒന്നും കെണി പോയി വീഴത്തില്ലെന്ന് ഞാൻ പറയുന്നത്. കാര്യം ഇവന് ഒന്നാന്തര കാറ്, ഇവന് വീട്, ഇവൻ വാടക വീട് മാറി വരണം. ഒരു തട്ടിപ്പടുത്തുമ്പോ ഇവൻ അവിടെ നിന്ന് മാറും. ഇവന് അങ്ങനത്തെ വീടുകളൊന്നും. ഇവൻ നല്ല അന്തസ്സായിട്ട് 2 നില വീടെടുത്ത് വന്ന് താമസിക്കുന്നത്. ഈ കാണിച്ചത് അവൻ വെറും പൊട്ടതരവനാ കാണിച്ചത്. അതൊന്നും നല്ലവന്റെ വീട്. ITV ന്യൂസ് ഈ വാർത്ത നൽകിയ ശേഷം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള ഉടായിപ്പ് കൂടോത്രക്കാരന്മാരെ കുറിച്ച് പലരും ഞങ്ങളോട് വിളിച്ചു പറയുകയുണ്ടായി. ദിവസവും ലക്ഷങ്ങളാണ് ഈ നാമത്തിൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും ഇത്തരക്കാർ തട്ടിയെടുക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ബലം കിട്ടിയില്ലെങ്കിൽ കൂടി ആരും ഇത് പുറത്തു പറയില്ലാത്തത് കൊണ്ട് ഇവന്മാരുടെ കച്ചവടം നിർബാധം തുടരുന്നു. വിദേശ രാജ്യങ്ങളിലടക്കം ഇവന്മാരെ കൊണ്ടുപോയി കൂടോത്രമെടുക്കുന്ന മുണ്ണകൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. മക്കൾ പരീക്ഷയിൽ വിജയിച്ചാൽ, ജോലി കിട്ടിയാൽ, വീട് വെച്ചാൽ, ഉദ്യോഗക്കയറ്റം കിട്ടിയാൽ, കേസ് ജയിച്ചാൽ, എതിരാളികൾക്ക് അപകടം സംഭവിച്ചാൽ എന്നു വേണ്ട, വയറ്റിൽ നിന്ന് രാവിലെ നന്നായി പോയാൽ പോലും ഇവന്മാർ അത് കൊണ്ടയുടെയും കൂടോത്രത്തിന്റെയും ഫലമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അഥവാ ഇനി കാര്യം നടന്നില്ലെങ്കിൽ വീട്ടിൽ വേറെയും സാധനം ഇരിപ്പുണ്ട് എന്നും പറഞ്ഞ് ഇവന്മാർ അടുത്ത പണി ചെയ്യിപ്പിക്കും. ചുരുക്കം പറഞ്ഞാൽ മരണം വരെ ഇവന്മാർക്ക് മനസ്സമാധാനം കിട്ടത്തില്ല. ഇവന്മാരുടെ കയ്യിൽ നിന്നും മോചനം കിട്ടുകയില്ല എന്ന് ചുരുക്കം. ഒരു ജലദോഷപ്പനി വന്നാൽ പോലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണെന്ന് വിശ്വസിച്ച് ഇവരുടെ ഉറക്കം നഷ്ടപ്പെടും. ഇത്തരക്കാരെ വിളിക്കുകയും ചെയ്യും. ഇവന്മാരുടെ അയൽവക്കത്തുകാരാണ്, അളിയന്മാരാണ്, അമ്മായിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ
അവർക്കിട്ട് തിരിച്ചു വെക്കുവാൻ ഇവരെ ചുമതലപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഇവർ തമ്മിൽ അടിയാകും. കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും സമാധാനവും ഇവന്മാർ തകർത്ത് കളയും. ഇവന്മാരുടെ സഹായികളായി കൊണ്ടുപോകുന്ന സ്ത്രീകളെ ഉപയോഗിച്ച് ഹണി ട്രാപ്പിൽപ്പെടുത്തി പണം തട്ടുന്ന കേസുകളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നാണക്കേട് ഭയന്ന് ആരും പരാതിയുമായി പോകില്ല എന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാത്തതും ഇത്തരം കാര്യങ്ങൾ തകൃതിയായി നിർബാധം തുടരുകയും ചെയ്യുന്നതെന്ന് ദയവായി മനസ്സിലാക്കുക. സ്ഥലക്കച്ചവടം നന്നായി നടന്നാൽ, മക്കൾ മെഡിസിന് ഉന്നത വിജയം കരസ്ഥമാക്കിയാൽ, പ്രമോഷൻ ലഭിച്ചാൽ, ശത്രുവിനൊരു അനർത്ഥം വന്നാൽ ഇവന്മാർ ആവശ്യപ്പെടുന്നതെന്നും മൊണ്ണകൾ നൽകും. കുവൈറ്റിൽ അറിയപ്പെടുന്ന ഒരു പാസ്റ്ററുടെ കോട്ടയത്തെ വീട്ടിൽ നിന്നും ഈ ഉടായ്പ ശ്രീകുമാർ കൂടോത്രം എടുത്തു കൊടുത്തപ്പോൾ ആവശ്യത്തിന് പണം നൽകി. മാത്രമല്ല, ശ്രീകുമാറിന് മറ്റൊരു പൂതിയും തോന്നി. അത് മറ്റൊന്നുമല്ല, കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന വഴിക്കുള്ള ചട്ടണിമാമി എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് ബാഹുബലി ദോശ തിന്നണം എന്നാണ്. കൂടോത്രം എടുത്ത് തന്റെ കുടുംബം രക്ഷിച്ച ശ്രീകുമാർ പ്രവാചകന്റെ ആ ആഗ്രഹം ഉടൻ തന്നെ പാസ്റ്റർ നിവർത്തിച്ചു. ഉടൻ തന്നെ അദ്ദേഹത്തെ കൊണ്ട് ചട്ടണിമാമിയുടെ വടയും ബാഹുബലി ദോശയും തിന്നാൻ കൊണ്ടുപോയി. ചുമ്മാതാണോ? എന്നാ കണ്ടു നോക്ക്. കുവൈറ്റിലെ പാസ്റ്റർ വീട്ടിൽ നിന്നും കൂടോത്രം പൊക്കുന്ന വീഡിയോ നാളെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ചട്ടണി മാമിയുടെ ബാഹുബലി ദോശ തിന്നാൻ പോയിരിക്കുന്ന കുവൈറ്റിലെ പ്ലാച്ചറും സംഘവും. മാമി മണിയടിക്കണം കേട്ടോ, ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് പണി മേടിക്കാനുള്ളതാണെന്ന് പറയുന്നത് ആരും കേൾക്കാതെ പോകരുത്. അങ്ങോട്ട് കേൾക്കെ, ഞങ്ങൾക്ക് വീഡിയോ എടുക്കേണ്ടതാ. നമ്മളെ പറ്റില്ല. അപ്പം മൊബൈൽ താത്തെ മൊബൈൽ ആ മാസ്റ്റർ നോക്കിക്കേ. മാസ്റ്റർ മാസ്റ്റർ ഒന്നുകൂടെ നോക്കിക്കേ. ഇന്ന് തിരിച്ച് ജീസസ് എന്ന് പറഞ്ഞ് ഇതൊക്കെ എന്ത്? മറ്റൊരു അച്ചായന്റെ കാര്യമാണ് രസം. വീട്ടിൽ നിന്ന് കൂടോത്രം പൊക്കിയതിന് ചോദിച്ച പണം കൊടുത്തു. മാനസിക സംഘർഷം ലഘൂകരിക്കുവാൻ പ്രവാചകൻ പറഞ്ഞു കൊടുത്തത് വളരെ വെറൈറ്റി ഉള്ള ഒരു കാര്യമായിരുന്നു. കൊച്ചിയിൽ സ്പായിൽ പോകുക. അങ്ങനെ രണ്ടും കൂടി സ്വോത്രമൊക്കെ പറഞ്ഞ് സ്പായിൽ പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ മുടിഞ്ഞ രസം. ഒടുക്കം വീട്ടുകാരുടെ കയ്യിൽ നിന്നും നാട്ടുകാരുടെ കയ്യിൽ നിന്നുമൊക്കെ സ്ഥിരം കടം വാങ്ങി പോക്ക് തുടങ്ങിയപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് പണം പോകുന്ന വഴി മനസ്സിലായത്. തമാശ ഇതൊന്നുമല്ല. ഇവന്മാർ ഇതൊക്കെ കാണുമ്പോൾ ഈ മുണ്ണങ്ങളോട് പറയുവാൻ പോകുന്നത്, ബന്ധനമഴിക്കുവാൻ ഈ I2I സാത്താൻ നമ്മളെ സമ്മതിക്കത്തില്ല. നമ്മൾ തളരരുത് സജി, തളരരുത്. പൊട്ടാത്ത ഏത് കടുംകെട്ടും ബന്ധനവും നമ്മൾ ഒരുമിച്ച് പൊട്ടിക്കും. രണ്ട് കൈയും പറ്റിയാൽ രണ്ട് കാലും പൊക്കി ഒരു സ്വത്രം പറഞ്ഞാട്ടെ എന്നായിരിക്കും. I2I News, an eye for truth. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.